5 കിരീടങ്ങളുള്ള ഒരേ ഒരു ടീം, എല്ലാ ലോകകപ്പും കളിച്ച ഒരേ ഒരു ടീം. ആ ഒരു റെക്കോർഡൊക്കെ തന്നെ ബ്രസീലിന് മാത്രം അവകാശപ്പെട്ട ഒരു റെക്കോർഡാണ്. ആ കണക്കുകളിലേക്ക് നമുക്ക് പോകാം. പെൻഡ ചാമ്പ്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. 5 കിരീടങ്ങളുള്ള ബ്രസീലിനെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കിരീടങ്ങളുള്ള ടീമാണ് ബ്രസീൽ. 5 തവണയാണ് അവർ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. ഇതാണ് ആ കണക്ക്. 1958, 1962, 1970, 1994, 2002 ബ്രസീലിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന 5 കപ്പുകൾ. മറ്റൊരു ടീമിനും ഇതേവരെ അതില്ല. ജർമ്മനിയും ഇറ്റലിയും 4 കിരീടങ്ങളുമായി തൊട്ടടുത്തുണ്ട്. ലോക ചാമ്പ്യന്മാരായ, നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ പേരിൽ 3 ഉണ്ട്. ഒരുപക്ഷെ ഇത്തവണ അർജന്റീന ഒരു തവണ കൂടി കപ്പെടുക്കുകയാണെങ്കിൽ പോലും അത് 4-ലേ എത്തൂ. അടുത്ത ഒരു 4 കൊല്ലം കൂടി ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരും. അവിടെയും കപ്പടിക്കേണ്ടി വരും അർജന്റീനയ്ക്ക് പോലും ഈ 5 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ. ഇത്തവണ ബ്രസീലിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ ഹെക്സ എന്നത് തന്നെയാണ്. അതായത് 6ാം കിരീടത്തിനായുള്ള കാത്തിരിപ്പ് എന്നത് തന്നെയാണ്. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 2002-ലെ കഫുവിന്റെ നേതൃത്വത്തിലുള്ള ആ ടീം കപ്പ് നേടിയതിനു ശേഷം ബ്രസീലിന് അത്ര നല്ല കാലമല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട കഴിഞ്ഞ തവണ ഉള്ള 2006 മുതൽ അവർക്ക് ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ല. ആദ്യ കണക്ക് ഇതാണ്. 2006-ൽ അവർ ക്വാർട്ടർ ഫൈനൽസിൽ വീഴുകയാണ് ചെയ്തത്. അന്ന് ഫ്രാൻസിനോട് 1-0 തോറ്റ് പുറത്തായത്. ഇനി 2010-ലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ അന്നും അവർ ക്വാർട്ടർ ഫൈനൽസിൽ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതാണ് ക്വാർട്ടർ ഫൈനൽസിൽ അന്ന് നെതർലാൻഡ്സിനോടാണ് തോറ്റത്. 2-1 തോറ്റ് പുറത്താവുകയായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത്. ആ മത്സരമൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകുന്നതാണ്. ഇനി 2014-ലേക്ക് നമുക്ക് പോകാം. 2014-ൽ ബ്രസീൽ വേദിയായ ലോകകപ്പ് ഒരുപക്ഷെ ബ്രസീൽ സെമിയിലെത്തിയതാണ്. പക്ഷേ ആ സെമി ബർത്ത് പോലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമല്ല. ഒരുപക്ഷെ അവരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകകപ്പായി അവരുടെ സ്വന്തം നാട്ടിൽ നടന്ന ആ ലോകകപ്പ് അവർ മറന്നു കളയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം സെമി ഫൈനലിൽ അവർ ജർമ്മനിയോട് അന്ന് തോറ്റത് 7-1 അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹ്യൂമിലിയേഷനുകളിലൊന്ന്. അതിനുശേഷം ലൂസേഴ്സ് ഫൈനലിൽ അവർ വീണ്ടും തോറ്റു നെതർലാൻഡ്സിനോട് 3-0. അതുകൊണ്ട് 2014 ആ സെമി ബർത്ത് ഒരുപക്ഷെ അവർ ആ സെമിയിലെത്തി എന്ന് പോലും പറയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇനി നേരെ 2018-ലേക്ക് നമുക്ക് പോകാം. 2018-ലും ക്വാർട്ടർ ഫൈനൽസിനപ്പുറം അവസാന 8-നപ്പുറം ബ്രസീലിനെ കടക്കാനായില്ല. അന്ന് ബെൽജിയത്തോടാണ് 2-1 തോറ്റത്. ഇനി കഴിഞ്ഞ വേൾഡ് കപ്പ് 2022 വേൾഡ് കപ്പിലേക്ക് പോവുകയാണെങ്കിൽ 2022-ലും ക്വാർട്ടർ ഫൈനൽസിൽ വീഴുകയാണ് ചെയ്തത്. അന്ന് ക്രൊയേഷ്യയോട് പെനാൽറ്റിയിൽ തോറ്റാണ് പുറത്തായത്. അന്ന് നെയ്മറുടെ ഒരു ഉഗ്രൻ ഗോൾ ഉണ്ടായിരുന്നു. അതിലൂടെയൊക്കെ തന്നെ ടീം മുന്നിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ നിന്നാണ് പിന്നീട് പുറത്താവേണ്ടും സമനിലയിലേക്കും പിന്നീട് അവിടെ നിന്ന് പെനാൽറ്റിയിൽ തോറ്റ് പുറത്താവേണ്ടിയും വന്നത്. ഇനി ബ്രസീലിന് ഇത്തവണ ഈ മോശം റെക്കോർഡുകൾ ഇല്ലെങ്കിൽ 2 പതിറ്റാണ്ടായുള്ള ഈ കിരീട വരൾച്ചയ്ക്ക് അവസാനമിടാൻ സാധിക്കുമോ എന്നതാണ് വലിയ ഒരു ചോദ്യചിഹ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.